രാഹുലെ, പശ്ചിമ ബംഗാൾ തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ മാറ്റുരയ്ക്കുന്ന ഒരു മണ്ഡലം. ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇലക്ഷൻ സമയത്ത് തന്നെ ധാരാളം വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം ഇലക്ഷന് ശേഷവും ആ വിവാദങ്ങൾ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് പശ്ചിമ ബംഗാൾ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, അതായത് EVM-ൽ തിരിമറി നടന്നു എന്നാണ് മമതാ ബാനർജിയുടെ ഒരു ആരോപണം. ഇന്നലെ മമത നേരിട്ട് ഈ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിട്ടുള്ള ഭവാനിപ്പൂരിലെ ശിഖാവത് മെമ്മോറിയൽ സ്കൂളിലേക്ക് എത്തിയതോടുകൂടി രംഗം ആകപ്പാടെ മാറി മറിഞ്ഞിരിക്കുകയാണ്. ഒരു കലാപ സമാനമായ സാഹചര്യത്തിലേക്ക് പശ്ചിമ ബംഗാൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിനെ പറ്റി ഇപ്പോൾ നമ്മൾ വാർത്തയിൽ മാത്രമല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതലും ചർച്ച ചെയ്ത ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതലും ചർച്ച ചെയ്തൊരു വിഷയം കൂടിയായിരുന്നു ബംഗാൾ എന്ന് പറയുന്നത്. കാരണം ബംഗാളിലായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരത്തെ ശക്തമായിട്ടുണ്ടായിരുന്നത്. അതെ, പിന്നീട് തൃണമൂൽ കോൺഗ്രസ് വരുന്നു. ആ പാർട്ടി തന്നെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ അവിടെ ഇല്ലാതാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ പശ്ചിമ ബംഗാളിൻ്റെ ഒരു വിഷയത്തിലേക്ക് പോവുകയാണെങ്കിൽ, എല്ലാ തെരഞ്ഞെടുപ്പിലും ഏറ്റവും കൂടുതലും സംഘർഷങ്ങൾ നടക്കുന്നൊരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത്. എനിക്കൊന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും 51 പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനു മുന്നത്തെ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിൽ വലിയ രീതിയിൽ സംഘർഷങ്ങളും കൊലപാതകങ്ങളും നടക്കുന്ന ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ EVM-ൽ അട്ടിമറിയുണ്ട് അല്ലെങ്കിൽ തിരിമറിയുണ്ട് എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് മമതാ ബാനർജിയും കൂട്ടരും വരുന്നത്, അതേപോലെ തന്നെ BJPയും കൂട്ടരും വരുന്നത്. വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്കാണ് ഇന്നലെ രാത്രി പോയത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതായത് അവിടെ ചില ഫോട്ടോകൾ ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ ആളുകൾ പുറത്തേക്ക് വിടുന്നു. അതായത് ചില വീഡിയോ ദൃശ്യങ്ങൾ, അവിടെ ഉദ്യോഗസ്ഥർ വന്ന് ഈ ബാലറ്റ് പേപ്പറും മറ്റു കാര്യങ്ങളും ഇരിക്കുന്ന റൂമിൽ, സ്ട്രോങ് റൂമിൻ്റെ അടുത്തുള്ള റൂമിലേക്ക് പ്രവേശിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പുറത്തേക്ക് വിടുന്നു. അവിടേക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ദീദി വരുന്നൊരു കാഴ്ച കാണുന്നു. പിന്നീട് അതിൻ്റെ പുറത്ത് വലിയ സംഘർഷ ഭൂമിയായിട്ട് മാറുന്നു. BJP പ്രവർത്തകർ തൃണമൂൽ കോൺഗ്രസിൻ്റെ വണ്ടി തടയുന്നു. അങ്ങനെ വലിയ സംഘർഷത്തിലേക്ക് പോയി. എന്താണെങ്കിലും ഇന്ന് രാവിലെ ഞാൻ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത്, പശ്ചിമ ബംഗാളിൽ 77 സ്ഥലങ്ങളിൽ 77 ബൂത്തുകളിൽ റീപോളിംഗ് നടത്തുമെന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 77 ബൂത്തുകളിലാണ് ഇവർ ആരോപണം ഉന്നയിച്ചത്. ഈ ആരോപണങ്ങൾ അത് BJP ഉന്നയിച്ചു, തൃണമൂൽ കോൺഗ്രസ് ഉന്നയിച്ചു, പരസ്പരം പഴിചാരി. അപ്പോൾ ആ ബൂത്തുകളിൽ വീണ്ടും റീപോളിംഗ് നടത്തുമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഇലക്ഷൻ കമ്മീഷൻ അവിടെ പോയി അന്വേഷിച്ച സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ അവിടെ തിരിമറി കണ്ടെത്തി, അല്ലെങ്കിൽ അവിടെ മോശമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 77 ഇടങ്ങളിലും റീപോളിങ്ങിന് ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിക്കുന്നതാണ് യഥാർത്ഥത്തിൽ കാണാൻ കഴിയുന്നത്. അധികാരങ്ങൾ ഉണ്ടെങ്കിൽ, അധികാര വർഗ്ഗങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ എന്തും തങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാമെന്നുള്ള രീതിയിൽ കേരളത്തിൽ തന്നെ വലിയ വിഷയമായിരുന്നു. ഈ സ്ട്രോങ് റൂം എന്ന് പറയുന്നത് പിന്നീട് ആരും പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ സീൽ ചെയ്ത് പൂട്ടി താക്കോലും കൊണ്ടുപോകുന്നത്. ഡബിൾ സീൽഡ് ആണ്. അതെ, ഡബിൾ സീൽഡ് ആണ്. അവിടേക്ക് പിന്നെന്തിനാണ് വീണ്ടും റൂം തുറന്നിട്ട് വീണ്ടും ആളുകൾ കയറാൻ ചെല്ലുന്നത്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ കയറാൻ ചെല്ലുന്നത്? അല്ല, ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടല്ലോ. മമതയുടെ ആരോപണത്തിനെതിരെ ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട്. അതായത് ഈ തദ്ദേശീയമായിട്ടുള്ള ഈ ബാലറ്റ് വോട്ടുകൾ സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂമാണ് തുറന്നിരിക്കുന്നതെന്നും, അതായത് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ഈ ബാലറ്റുകൾ അടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നതെന്നും, EVM ലോക്ക് ചെയ്തിരിക്കുന്ന പ്രദേശത്തേക്ക് ഞങ്ങൾ പ്രവേശിച്ചിട്ടില്ല എന്നുമാണ് ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. ഈ ബാലറ്റ് ആണെങ്കിലും അതും വോട്ടാണ്. അതെ, നമ്മൾ മറന്നു പോരുത്. ഇത് ഒരു വോട്ടാണ്. ഒരു വോട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ വിഷയങ്ങളുണ്ടാകും. ജനാധിപത്യ സംവിധാനമാണ്. ഓരോ വോട്ടിനും 8 വോട്ടിനും 10 വോട്ടിനും ഒക്കെ ജയിച്ചിട്ടുള്ള എത്രയോ ആളുകളുണ്ട്. ഓരോ വോട്ടിനാണെങ്കിലും ഓരോ വോട്ട് വലിയ മൂല്യമുള്ള ഒന്നാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ സ്ട്രോങ് റൂം തുറക്കണമെങ്കിൽ, അത് ഏത് ബാലറ്റ് പേപ്പർ വെച്ചാണെങ്കിലും EVM വെച്ചതാണെങ്കിലും, ഏത് സ്ട്രോങ് റൂം തുറക്കണമെങ്കിലും എത്ര സ്ഥാനാർത്ഥികൾ മത്സരിച്ചോ ആ സ്ഥാനാർത്ഥികളെയും അത്രയും അറിയിച്ചതിന് ശേഷം മാത്രമേ അത് തുറക്കാൻ പാടുള്ളൂ. ഇപ്പോൾ സീൽ വെച്ച റൂം തുറന്നിട്ട് പറയുകയാണ് ഇത് ഞങ്ങളുടെ പ്രവർത്തനത്തിന് വേണ്ടി തുറന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും കൃത്യമായിട്ടുള്ള മറുപടിയല്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പിട്ട് ഇത്തരത്തിലുള്ള വിഷയം നടക്കുന്ന നമ്മൾ കണ്ടതാണ്. എന്തിനാണ് ഡയറി മറന്നു വെക്കുന്നത്? ഒരു സ്ഥലത്തല്ല, 2ഓ 3ഓ ഇടങ്ങളിലാണ് ഡയറി മറന്നു വെച്ചിട്ട് സ്ട്രോങ് റൂം തുറക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ടുള്ള ആസൂത്രണപരമായിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. EVM എന്ന് പറയുന്ന
മിഷനെ കുറിച്ച് വലിയ അഴിമതികൾ ഒരുപാട് കാലഘട്ടത്തിലായിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് തന്നെ പലപ്പോഴും പറയാറുണ്ട് അത് മാറ്റിയിട്ട് ബാലറ്റ് പേപ്പറിലേക്ക് ബാലറ്റ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരണം, EVM എപ്പം വേണമെങ്കിലും ഹാക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് എന്ന് പറയുന്ന രീതിയൊക്കെ ഉണ്ട്. അപ്പോൾ പല വോട്ടിംഗ് ബൂത്തുകളിലാണെങ്കിൽ പോലും EVM മിഷൻ കേടായി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പെട്ടെന്ന് കേടായി പോകുന്ന ഈ മിഷന് അല്ലെങ്കിൽ കുത്തുമ്പോൾ ചില മണ്ഡലങ്ങൾക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ കോൺഗ്രസിന് കുത്തുമ്പോൾ BJPയുടെ ഇത് ബാലറ്റ് പേപ്പർ വരുന്നതൊക്കെ. അപ്പോൾ അത് വലിയ രീതിയിൽ അഴിമതി ആരോപണം ഉന്നയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണ് ചെയ്യുന്നത് എന്ന് പറയുന്നൊരു സംവിധാനത്തിലേക്ക് പോകും. എന്താണെങ്കിലും കേരളത്തിൽ മാത്രമല്ല ബംഗാളിലും ഇത്തരത്തിലുള്ള വലിയ ആരോപണങ്ങളാണ് തൃണമൂൽ കോൺഗ്രസ് ഉന്നയിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി വലിയ നാടകീയ രംഗങ്ങൾക്ക് കാഴ്ചവെക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്വന്തം മണ്ഡലത്തിലെ സ്വന്തം ബൂത്തിലേക്ക് തൃണമൂൽ കോൺഗ്രസിൻ്റെ മമതാ ബാനർജി വരുന്നൊരു കാഴ്ച. അതായത് ഇതിനു മുമ്പോട്ടും മമതാ ബാനർജി പറഞ്ഞിരുന്നു, എല്ലാവരും, അതായത് ഇവരുടെ ഏജന്റുമാരുണ്ടല്ലോ, ഏജന്റുമാർ മാത്രമല്ല വേണമെങ്കിൽ ഞാനും വന്ന് ബൂത്തിൽ കാവലിരിക്കുമെന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി അത് ഇന്ത്യ മുഴുവൻ കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. മമതാ ബാനർജി വരുന്നു, രാത്രി 12 മണി വരെ അവിടെ പോയി കാര്യങ്ങൾ അന്വേഷിച്ച് ലാസ്റ്റ് അത് ഒത്തുതീർപ്പാക്കി വരുന്നൊരു സാഹചര്യം. അതിനുശേഷമാണ് ഇന്ന് രാവിലെ വാർത്ത കാണാൻ കഴിയുന്നത് 77 ബൂത്തുകളിൽ റീപോളിംഗ് നടക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ റീപോളിംഗ് ചെയ്യുമെന്ന് പറയുന്ന വാർത്തകൾ. എന്താണെങ്കിലും ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഏത് ചെറിയ രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിലും ഇവർ ഉദ്യോഗസ്ഥരാണെങ്കിലും ഇവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശമില്ലേ, സ്ട്രോങ് റൂം തുറക്കാൻ പാടില്ല, തുറക്കുകയാണെങ്കിൽ ഇത്ര ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടെ ഇത്രയും സ്ഥാനാർത്ഥികളെ വിളിച്ചു വരുത്തിയതിനു ശേഷം മാത്രമേ സ്ട്രോങ് തുറക്കാൻ പാടില്ല. രാഹുൽ, ഈ സ്ട്രോങ് റൂമിന്റെ നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു, സ്ട്രോങ് റൂമിന്റെ 2 പൂട്ടുകൾ, അതിൽ ഒരെണ്ണം അതായത് ജില്ലാ കളക്ടറുടെ കയ്യിലും ഒരെണ്ണം ഇലക്ഷൻ കമ്മീഷൻ ഓഫീസറുടെ കയ്യിലുമാണ് ഉണ്ടാവുക. ഇതിന് ഈ 2 പൂട്ടിടുന്നതിന്റെ കാരണം തന്നെ രണ്ടുപേരും ഒരേ സമയത്ത് എത്തിയെങ്കിൽ മാത്രമേ ഇത് തുറക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം. അതിൻ്റെ ഒപ്പം തന്നെ ജനപ്രതിനിധികൾ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സ്ട്രോങ് റൂം കളക്ടറുടെ അനുവാദമില്ലാതെ ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസറുടെ അനുവാദമില്ലാതെ കളക്ടറും തുറക്കുക എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു തട്ടിപ്പല്ലേ? യഥാർത്ഥത്തിൽ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്ഥാനാർത്ഥികളില്ലാതെ സ്ട്രോങ് റൂം തുറക്കാൻ പാടില്ല. സ്ട്രോങ് റൂം എന്ന് പറയുന്നത് ഇലക്ഷന്റെ അന്നത്തെ ദിവസം, അതായത് വോട്ട് എണ്ണുന്ന അന്നത്തെ ദിവസം മാത്രമേ തുറക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന സംവിധാനമാണ്. പിന്നെ അവിടേക്ക് എന്തിനാണ് വീണ്ടും ആളുകൾ കയറി വരുന്നതാണെങ്കിലും ഉദ്യോഗസ്ഥർ കയറി വരുന്നതാണെങ്കിലും എന്തിനാണ് എന്നൊരു ചോദ്യമുണ്ട്. കേരളത്തിൽ ഇത് സ്ട്രോങ് റൂമിനകത്തേക്ക് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് മാത്രമേ കടക്കാൻ പാടുള്ളൂ എന്നുണ്ട്. കേരളത്തിൽ കടന്ന ആരാണ്? ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ എല്ലാ ഉദ്യോഗസ്ഥർക്കും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വരെ രാഷ്ട്രീയമുണ്ട് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ കാലഘട്ടത്തിൽ പോലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയും തന്നെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്.